ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖല്ലേ? ഞാനിന്നിവിടെ ഒരു അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ഇതിനായി ഞാൻ 8 ബ്രെഡ് എടുത്തിട്ടുണ്ട്. അത് അരിയൊക്കെ കളഞ്ഞ് 4 മുറിച്ചെടുക്കണം. ഇനി ഇത് ഒരു മിക്സഡ് ജാറിലിട്ടിട്ട് ഇതിലേക്ക് മൊത്തം ഞാൻ 3 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ആദ്യം 2 കപ്പ് പാൽ ഒഴിച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കണം. ഇനി കൂട്ടി നമുക്ക് കുറുക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു പാത്രത്തിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക. ഇനി 3ാമത്തെ കപ്പ് പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഒരു 3 വലിയ സ്പൂൺ കോൺഫ്ലവർ കുറച്ച് പാലിൽ ഒന്ന് കട്ടല്ലാതെ കലക്കിയെടുക്കണം. അതും നമ്മുടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിന് മധുരം ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 3/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. മധുരം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിവിടെ നമുക്കിതൊന്ന് കുറുക്കിയെടുക്കണം. അതായത് തിളച്ച് വന്ന് ഒന്ന് കുറുകി തുടങ്ങുന്നുണ്ട്. നന്നായി കുറുകി കഴിഞ്ഞാൽ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഈ കൂട്ട് നമുക്ക് കറക്റ്റ് പകുതിയാക്കി എടുക്കണം. അതിന് വേണ്ടി 2 ബൗളിൽ എടുത്തിട്ടുണ്ട്. ആ 2 ബൗളിലേക്കും സമമായിട്ട് ഇത് ഒഴിച്ചു കൊടുക്കണം. ഇനി ഒരു ബൗളിലേക്ക് ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ബേക്കേഴ്സിൻ്റെ ഡ്രിങ്കിങ് ചോക്ലേറ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത്. 2.5 സ്പൂൺ ചോക്ലേറ്റ് പൗഡറാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ കേക്ക് ടീനാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് പുഡിംഗ് ട്രേയോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. ആദ്യം ഇതിലേക്ക് വൈറ്റ് മിക്സ് ചേർത്ത് കൊടുക്കണം. ഇനി അതിൻ്റെ മുകളിൽ ചോക്ലേറ്റ് മിക്സ്, പിന്നെ അതിൻ്റെ മുകളിൽ വൈറ്റ്, അങ്ങനെ ലെയറായിട്ട് നമുക്കിത് ചെയ്തെടുക്കാം. നമ്മൾ മാർബിൾ കേക്ക് ചെയ്യുന്ന അതേപോലെ തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. അങ്ങനെ 2 മിക്സും കംപ്ലീറ്റ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഡിസൈന് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു കബാബ് സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് വെറുതെ ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഏകദേശം ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതിൻ്റെ കറക്റ്റ് ഇൻഗ്രീഡിയൻസ് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് സെറ്റായി ഞാനിവിടെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റ് ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അടുത്ത ഒരു പുതിയ റെസിപ്പിയായി വരുന്നത് വരേക്കും ബൈ.